ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള അന്തർദേശീയ ബന്ധങ്ങളുള്ള ഒന്നാണ്. ആ കൊള്ളയ്ക്ക് പിന്നിൽ പുരാവസ്തു കവർച്ചയിൽ പ്രാവീണ്യം നേടിയ സംഘങ്ങളുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചാണ് ഇത്തരമൊരു ആശങ്ക, ഇത്തരമൊരു സംശയം പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഡിവിഷൻ ബെഞ്ചിലെ അംഗങ്ങളായ രാജ വിജയരാഘവൻ, KV ജയകുമാർ എന്നിവരടങ്ങിയ ബെഞ്ച് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയ്ക്ക് ഒരു അന്തർദേശീയ മാനങ്ങളുണ്ട്, ബന്ധങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ തീർച്ചയായും നമ്മുടെ സംസ്ഥാന പോലീസ് അന്വേഷിച്ചാൽ പോരാ എന്നത് വ്യക്തമാണ്. കാരണം കേരളം വിട്ട് ഏത് സംസ്ഥാനത്ത് പോകണമെങ്കിലും തെളിവെടുക്കണമെങ്കിലും അവിടുത്തെ പോലീസിന്റെ സഹായം അനിവാര്യമാണ്. അപ്പം നമ്മുടെ കേരള പോലീസിന് സംസ്ഥാനങ്ങളിൽ സഹായം ലഭിച്ചേക്കാം, പക്ഷെ കടൽ കടന്ന് ഈ കടത്തിന് ബന്ധമുണ്ടെങ്കിൽ ഒരു അന്തർദേശീയ അധികാരമുള്ള ഏജൻസി തന്നെ അന്വേഷിക്കണം. CBI പോലെ ഉള്ള ഒരു അന്വേഷണ ഏജൻസിയാണ് സത്യത്തിൽ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള അന്വേഷിക്കേണ്ടത്. എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോൾ ADGP വെങ്കടേഷിന്റെ നേതൃത്വത്തിലുള്ള SIT ആണ് അന്വേഷിച്ചത്. SP ശശിധരൻ, വെങ്കടേഷ് ആയാലും ശശിധരനായാലും സത്യസന്ധരായ ഉദ്യോഗസ്ഥരാണ്. പക്ഷേ പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന കാലത്തോളം ഈ ഉദ്യോഗസ്ഥർക്ക് എത്ര കർശനമായ നടപടികൾ ഉന്നതർക്ക് നേരെ എടുക്കാൻ കഴിയും എന്ന ചോദ്യം, സംശയം കോടതിക്ക് പോലും ഉണ്ടാകേണ്ടതാണ്. മറ്റൊന്ന്, ഏറ്റവും ഒടുവിൽ മുൻ കമ്മീഷണറും ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായിരുന്ന വാസു ഈ കേസിൽ പ്രതിയേർക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ പ്രതിയേർക്കപ്പെടേണ്ടത് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന പത്മകുമാറും ഇപ്പോഴത്തെ പ്രസിഡന്റ് പ്രശാന്തും അടക്കമുള്ള ഉന്നതരാണ്. ഇവരെ കൊണ്ടൊന്നും തന്നെ ഇത്രയും വലിയ ഒരു തട്ടിപ്പിന് അരങ്ങൊരുക്കാൻ കഴിയില്ല. അപ്പോൾ ദേവസ്വം മന്ത്രിമാരായിരുന്ന കടകംപള്ളി സുരേന്ദ്രനിലേക്കും ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി വാസവനിലേക്ക് സംശയത്തിന്റെ വിരൽ ചൂണ്ടപ്പെടുക. ഏറ്റവും ഒടുവിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്തിന്റെ കാലാവധി അടുത്ത ദിവസം നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ നീട്ടി നൽകാൻ ആലോചിച്ചു. വൈകിയാണെങ്കിലും ഹൈക്കോടതി ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിന്റെ നടപടികളിലും സംശയം പ്രകടിപ്പിച്ചതോടെ ആ തീരുമാനം സർക്കാർ വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ്. മുൻ MP സമ്പത്തടക്കമുള്ളവരെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കുന്നതിനെക്കുറിച്ചുള്ള ആലോചനകൾ നടന്നു വരികയാണ്. എന്തായാലും ശബരിമലയിലെ സ്വർണ്ണ വാതിൽപ്പടികളും അതുപോലെ ദ്വാരപാലക ശില്പങ്ങളും അടിച്ചു മാറ്റിയതിൽ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയും അതുപോലെ ചില ഉദ്യോഗസ്ഥരും മാത്രമാണ് പ്രതികൾ എന്ന് അരിയാഹാരം കഴിക്കുന്ന ആരും കരുതി. 2018 മുതൽ 2025 വരെ മാറി മാറി വന്ന ഉദ്യോഗസ്ഥർക്കും ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർക്കും കമ്മീഷണർമാർക്കും എല്ലാം തന്നെ ഇതിൽ പങ്കുണ്ട്. ദേവസ്വം ബോർഡിന്റെ മിനിറ്റ്സിൽ ഗുരുതരമായ ക്രമക്കേടുകളാണ് ഹൈക്കോടതി കണ്ടെത്തി. പ്രധാനപ്പെട്ട പല കാര്യങ്ങളും മിനിറ്റ്സിൽ രേഖപ്പെടുത്തി. ഏത് സംവിധാനത്തിലായാലും ആ സ്ഥാപനത്തിന്റെ മിനിറ്റ്സ് എന്ന് പറയുന്നത് ആധികാരിക രേഖയാണ്. അപ്പോൾ ആ രേഖയിൽ പോലും സംശയം പ്രകടിപ്പിച്ച സ്ഥിതിക്ക് ഒരു സമഗ്രമായ അന്വേഷണം, അതും ഒരു കേന്ദ്ര ഏജൻസി തന്നെ അന്വേഷിക്കേണ്ട അവസ്ഥയിലേക്ക് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള എത്തി നിൽക്കുകയാണ്. മറ്റൊന്ന്, അയ്യപ്പ സംഗമം സംഘടിപ്പിച്ച സർക്കാർ തങ്ങൾക്ക് നേരത്തെ സ്ത്രീ പ്രവേശന കാര്യത്തിൽ പറ്റിയ തെറ്റ് തിരുത്താനുള്ള ഒരു ശ്രമമാണ് നടത്തിയത്. പക്ഷേ ആ ശ്രമം അയ്യപ്പ സംഗമം എന്ന പേരിൽ നടത്തുകയും വെള്ളാപ്പള്ളിയെ പോലെയുള്ള ആളുകളെ സ്വന്തം വാഹനത്തിൽ കയറ്റി മുഖ്യമന്ത്രി കൊണ്ടുവരികയും അങ്ങനെ ഒരേ സമയം NSSന്റെയും SNDPയുടെയും പിന്തുണ ഈ നീക്കത്തിലൂടെ ഉറപ്പാക്കുകയും ചെയ്ത സർക്കാരിൻ്റെ സ്വപ്നങ്ങൾ ചീട്ടുകൊട്ടാരം പോലെ തകർത്തു കളഞ്ഞ സംഭവമാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള. ജനങ്ങളോടുള്ള പ്രതിബദ്ധതയുടെ നേത്രദർശനമാണ് iVision ന്യൂസ്. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്.